ഇറാന് സാമ്പത്തിക സഹായം നൽകുന്ന ഏതൊരു രാജ്യത്തിനും ബിസിനസിനും എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. കള്ളക്കടത്ത്, പണമിടപാടുകൾ, വ്യാജ കമ്പനികൾ എന്നിവ തടയാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന ഒരു വലിയ വാർഷിക സൈനികാഭ്യാസമാണ് ഓൾചി ഫ്രീഡം ഷീൽഡ്. എന്നാൽ ഈ വർഷം നടക്കുന്ന ഈ ഒരു സൈനികാഭ്യാസം പെട്ടെന്ന് വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ആദ്യം 11 ദിവസത്തേക്ക്, അതായത് ഓഗസ്റ്റ് 17 മുതൽ 27 വരെ നിശ്ചയിച്ചിരുന്ന ഈ ഒരു സൈനികാഭ്യാസം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം 5 ദിവസമായി ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. ഇത് 2026 ഓഗസ്റ്റ് 21, അതായത് നാളെ വെള്ളിയാഴ്ച അവസാനിക്കും. ഒരു വലിയ യുഎസ് ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനികാഭ്യാസം ആരംഭിച്ചതിന് ശേഷം പകുതിക്ക് വെച്ച് വെട്ടിച്ചുരുക്കുന്നത് ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. 72 വർഷത്തെ ഒരു അലയൻസ് ആണ് യുഎസും സൗത്ത് കൊറിയയും തമ്മിലുള്ളത്. ഇതിന്റെ രണ്ടാം ഘട്ടമായ പ്രത്യാക്രമണ പരിശീലനങ്ങളും വലിയ തോതിലുള്ള ഫീൽഡ് ട്രെയിനിങ്ങുകളും പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. ഇതിനു പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത സിമുലേഷൻ ട്രെയിനിങ്ങുകൾ മാത്രമായിരിക്കും നടക്കുന്നത്. ഈ ഒരു സൈനികാഭ്യാസം വളരെ ചെലവേറിയതാണെന്നും ഉത്തര കൊറിയയോടുള്ള ശത്രുതാപരമായ നീക്കമാണെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നു. ഉത്തര കൊറിയൻ നേതാവ് ആയ കിം ജോങ് ഉന്നുമായി വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴി തുറക്കാനാണ് യുഎസിന്റെ ഒരു നീക്കം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാനുമായുള്ള യുഎസിന്റെ സൈനിക നീക്കങ്ങളിൽ സഹായിക്കാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചതിലുള്ള അതൃപ്തിയും പ്രസിഡന്റ് ട്രംപ് പ്രകടിപ്പിക്കുന്നു. ഉത്തര കൊറിയയിൽ നിന്നുള്ള അത്യാധുനിക ഭീഷണികളെ നേരിടാൻ ഇരു രാജ്യങ്ങളുടെയും സൈന്യത്തെ സജ്ജമാക്കുക എന്നതാണ് ഈ ഒരു സൈനികാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഇതിൽ പ്രധാനമായിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നത് ഡ്രോൺ ആക്രമണ പ്രതിരോധം, GPS തടസ്സപ്പെടുത്തൽ, ഇലക്ട്രോണിക് യുദ്ധമുറകൾ എന്നിവയ്ക്കാണ്. സൈബർ ആക്രമണ പ്രതിരോധത്തിനും മുൻഗണന നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിതമായ തീരുമാനം ദക്ഷിണ കൊറിയയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. യുഎസിനെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് ദക്ഷിണ കൊറിയയെ പ്രേരിപ്പിക്കുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.